ഫ്രണ്ട്സ്, അപ്പം ഞാനിന്ന് മേക്കപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ മേക്കപ്പ് ചെയ്യാൻ ആദ്യം ഉപയോഗിക്കണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്താ അറിയോ, നമ്മുടെ പൗഡറാണ്. അപ്പം എൻ്റെ അടുത്ത് 3 തരം പൗഡർ ഉണ്ട് കേട്ടോ. അപ്പോൾ 3 തരം പൗഡറും വ്യത്യസ്ത തരമാണ്. പക്ഷേ 2 തരം പൗഡർ വ്യത്യസ്തമല്ല, ഒരേ തന്നെയാണ്. പക്ഷേ ഇതിന് കളർ മാത്രം കളർ ചേഞ്ച് ചെയ്തെന്നാലും അതിൻ്റെ പേര് ചേഞ്ച് ഉണ്ട്. അപ്പം നമ്മൾ ആദ്യത്തെ പൗഡർ ഇതാണ് കേട്ടോ, എൻ്റെ റോസ് പൗഡറാണ്. പിന്നെ രണ്ടാമത്തെ പൗഡർ ഇതാണ്, റെഡ് പൗഡറാണ് ഇത്. പിന്നെ മൂന്നാമത്തെ പൗഡറും ഇത്. ഞാൻ പറഞ്ഞില്ലേ സെയിം ആണെന്ന്. അപ്പം ഇത്രയും പൗഡർ ഉണ്ട് എൻ്റെ അടുത്ത്. അപ്പം ഞാൻ ഇതിന് സെലക്ട് ചെയ്യുന്നതും നമ്മുടെ നടുക്കുള്ള റെഡ് പൗഡറാണ്. നമുക്ക് റെഡ് പൗഡർ സെലക്ട് ചെയ്യാം. നമ്മൾ ഈ റെഡ് പൗഡർ നമുക്കിപ്പോൾ സെലക്ട് ചെയ്യാം. നമ്മൾ റെഡ് പൗഡർ സെലക്ട് ചെയ്തു. അപ്പം ഇനി നമുക്കിത് മുഖത്തേക്ക് തേക്കാം. ഇവിടെ ഇപ്പം ഇത് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഞാൻ ഇത്ര പൗഡർ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇത്ര പൗഡർ അടച്ച് വെക്കാം. ഞാൻ അടച്ച് വെച്ചു. ഇനി നമുക്ക് ഇത് മൂട്ടിയേക്കാം. അപ്പം ഞാനിങ്ങനെ ഈ വിരലുകൊണ്ട് മാത്രം ഞാനിങ്ങനെ ഇതുപോലെ ആക്കി ഞാൻ എടുക്കാൻ പോവാണ് കേട്ടോ. എൻ്റെ കയ്യിലേക്കൊക്കെ വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ കയ്യിൽ വീണാൽ നമുക്ക് പ്രശ്നമില്ല, കാരണം കൈയൊക്കെ നല്ല ഇതാവാൻ പറ്റും. നമ്മുടെ മുഖത്തിൻ്റെ ആ റൗണ്ടിൽ നമ്മൾ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഇനി നമ്മുടെ ബാക്കിയുള്ള ഭാഗങ്ങളിലൊന്ന് തേച്ച് കൊടുക്കാം. ഇവിടെ ഇത്രയും തേച്ച് കൊടുത്തു. നമ്മൾക്ക് ഇനി ഇവിടെയൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം. മുഖം ഫുള്ളാവുന്നവരെ നമുക്ക് തേച്ച് കൊടുക്കണം. മുഖത്തിലായാലും എവിടെയായാലും നമുക്ക് തേച്ച് കൊടുക്കാം. നമ്മുടെ ഈ പൗഡർ കഴിയുന്നവരെ ഇത് തേച്ച് കൊടുത്തുകൊണ്ടേയിരിക്കാം. പിന്നെ ബാക്കിയാവുമ്പോൾ നമുക്ക് ഇതിവിടെയും തേച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് കയ്യിൽ തേക്കാൻ പോകണം കേട്ടോ. നമ്മളിനി നമുക്കിത് മുഖത്തിൻ്റെ ഒരു ഇതായിട്ട് വരാം. അപ്പം ഞാൻ ചെവിയിലും തേച്ചിട്ടുണ്ട്. ചെവിയൊന്ന് നന്നായിട്ട് ഉരച്ച് കൊടുക്കാം. ചെവിയൊന്ന് നന്നായി ഉരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മുഖം ഉരച്ചെടുക്കാം. അപ്പം നമ്മൾ ഇതിന് വേണ്ടി കണ്ണ് പൂട്ടിയിരിക്കുക. നമുക്ക് നമ്മൾ മുഖത്തിൽ ഇതാക്കി ഞാൻ കയ്യിലും തേച്ചു. അപ്പം ഞാൻ ഇവിടെ ഉരച്ചു കൊടുക്കാം. നമ്മൾ നല്ല ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പം ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ പൊട്ട് തൊടുകയാണ് വേണ്ടത്. അപ്പം ഞാൻ പൊട്ട് തൊടുന്ന കഴുത്തിൽ. അപ്പം നമുക്ക് പൊട്ട് തൊടാം. അപ്പം നമുക്ക് പൊട്ട് തൊടാനാണെങ്കിൽ ഞാൻ ഇവിടെയാണ് പൊട്ട് എടുത്തിട്ടുള്ളത്. ഒരു കവറിലാണ് എൻ്റെ പൊട്ട്. അപ്പം നമുക്കിത് ഇതിനുള്ള അപ്പം ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഞാൻ എടുക്കാൻ പോകുന്നത് ഏതാണെന്ന് വെച്ചാൽ പിങ്ക് ഒന്നുമല്ല, ഞാൻ റെഡ് പൊട്ടാണ് എടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് കണ്ടില്ലേ ഒരു വെള്ളം, അപ്പം നമുക്ക് ആ വെള്ളം നമുക്ക് പറിച്ചെടുക്കാം. എന്നാലേ നമുക്ക് ആ പശ കിട്ടുള്ളൂ. അല്ലാതെ തന്നെ ഒട്ടിച്ചാൽ നമുക്ക് ആ പശ കിട്ടില്ല. ഇവിടെ പൊക്കത്തിന് ഞാൻ ഒട്ടിക്കാറില്ല കേട്ടോ. നമ്മുടെ ഈ പിരികത്തിനനുസരിച്ച് നമ്മളിത് ഒട്ടിക്കണം. ഞാൻ ആ പിരികം ഒന്ന് അനുസരിച്ച് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെയാണ് പൊട്ടൊക്കെ ഒട്ടിക്കാറ്. അപ്പം
നമ്മൾ പൊട്ടൊട്ടിച്ചു. എന്നാണ് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ കണ്ണെഴുതലാണ്. അപ്പോൾ നമ്മുടെ കണ്ണ് ഇങ്ങനെ എഴുതിയില്ലെങ്കിൽ നമുക്കൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് കണ്ണെഴുതാം. അപ്പം നമ്മുടെ കൺമഷി എടുത്തിട്ടുണ്ട് ഞാൻ. നമുക്ക് തുറക്കാം. ഓപ്പൺ ചെയ്യേണ്ട എനിക്കറിയതാ. ഇങ്ങനെയാണ് ചെയ്താ. ഓപ്പൺ ചെയ്തു. ഇനി നമുക്ക് എൻ്റെ ഈ ഭാഗം ഒന്ന് തിരിച്ചെടുക്കാം. ഞാൻ തിരിച്ചെടുത്താൽ നമ്മുടെ അതിൻ്റെ ഒരു കൂർമ്പാണ് അതിൻ്റെ കേട്ടോ. റെസിപ്പി എൻ്റെ കയ്യിലായി പോയി. നമുക്ക് വാഷ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് കണ്ണൊന്ന് ഇവിടെ എഴുതി കൊടുക്കുക. എനിക്ക് കണ്ണാടിയിൽ നോക്കിയിട്ട് എഴുതാനേ പറ്റുള്ളൂ. കാരണം എൻ്റെ കണ്ണ് പേടിയാണ്. എവിടേക്കോ ആയിപ്പോയി ഞാൻ എഴുതുകയാണെങ്കിൽ. മേക്കപ്പ് ഇവിടെ കൺമഷി കൺമഷി ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ എഴുതുക. ഇങ്ങനെ നന്നായിട്ടുണ്ട് കേട്ടോ. എനിക്ക് അത്ര എഴുതാൻ അറിയില്ല. ഞാൻ ഈ കൺമഷി എഴുതി ഇത് അടച്ചു വയ്ക്കാം. ഇനി നമുക്കിത് അപ്പോൾ ഞാൻ നമ്മുടെ പൗഡർ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ പൗഡർ എടുത്തു. അപ്പം ഞാൻ തോർത്തെടുത്തിട്ട് ഇതെടുക്കാൻ പോകുന്നുണ്ട്. തോർത്ത് നമ്മളൊന്ന് ചുഴറ്റി പിടിക്കാം. ഇത് നല്ല അതിൽ മുക്കുക. കണ്ണടയ്ക്കുക. കണ്ണ് കേട്ടോ. കുറച്ചുകൂടി ഇടാമായിരുന്നു. കാരണം നമ്മൾ വേറെ എവിടെയെങ്കിലും സ്ഥലത്ത് ഇടാനാണ്. നമുക്കിനി നല്ല സോഫ്റ്റായി ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ സോഫ്റ്റായി ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ കട്ടിയായി ചെയ്താൽ അതിൽ നമ്മൾ എഴുതിയതൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതാക്കി. ഇനി നമുക്ക് പൗഡർ ബാക്കി നമ്മളുടെ കയ്യിലോ കാലിലോ മതി ചെയ്യാം. ഞാൻ കാലിലാണ്. നമുക്ക് കാലിൽ തേക്കാം. കാലിൻ്റെ ഒരു ഭാഗത്ത് തേച്ചു. രണ്ടാമത്തെ ഭാഗത്ത് തേക്കാം. ഞാൻ തേച്ചു. ഇനി നമുക്ക് കയ്യിലും തേക്കാം. ഇനി നമുക്കിവിടെ നിന്ന് ഉരച്ചു കൊടുക്കാം. ഞാൻ അലമാരയിൽ കുത്തിയിട്ടാണ് ചെയ്യുന്നത്. കാരണം എനിക്ക് അലമാരയിൽ കുത്തിയിട്ടല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അതുകൊണ്ട് എനിക്ക് താഴേക്ക് നിലത്തേക്ക് പൗഡർ വേണം. അപ്പം നമ്മുടെ കാലിൽ ഇതാക്കി. ഇനി നമുക്ക് കൈ ചെയ്യാം. അപ്പം നമ്മൾ കൈയും നന്നായി ഇതാക്കി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ കണ്ണ് എഴുതിയൊക്കെ ചെയ്തില്ലേ. ഇനി നമുക്ക് ഈ പൗഡർ അതേ സ്ഥലത്ത് വയ്ക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ലിപ് ബാം. നിങ്ങൾക്കറിയുണ്ടാവില്ലേ, ലിപ് ബാം എന്നാണ് അതിന് പേര്. ലിപ് ബാം എന്നാണ്. എനിക്കറിയില്ല ഇതാണ് ലിപ് ബാം എന്ന് പറയുന്ന സാധനം. ഇത് കുട്ടികളുടെ ലിപ് ബാമാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇടാണ്ടതാണ്. പക്ഷേ കുറേ സമയം ഇത് നിങ്ങൾ ഇടണ്ട കേട്ടോ. എല്ലാ ദിവസവും ഇടേണ്ട, ചില ദിവസം മാത്രം ഇട്ടാൽ മതി. ഞാൻ ഈ ലിപ് ബാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഞാൻ ഓപ്പൺ ചെയ്തു. അപ്പം ഞാൻ ഇനി ഇത് ഓപ്പൺ ചെയ്ത് എൻ്റെ കയ്യിലൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കുറച്ച് ഇടാൻ പാടുള്ളൂ കേട്ടോ. ഇനി ഇങ്ങനെ നമുക്കിത് ആക്കാൻ ഇത്രയും ഞാൻ ഇട്ടിട്ടുള്ളൂ. അത്രയും ഇടാനും പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഈ തോട്ടെടുത്തിട്ടൊന്ന് അവളിങ്ങനെ ചെയ്ത് കൊടുക്കാൻ നല്ല കാരണം നമ്മുടെ ആ വായൊന്ന് ഇതാവാണ്. നമുക്ക് ഇനി നമ്മളിങ്ങനെ ലിപ് ബാം ഇട്ടില്ലേ. ഇനി നമ്മൾ ലിപ് ബാം ഇട്ടതിന് ശേഷം ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഞാൻ വളി ഇടാൻ പോകണം. വളിയും മാലയും ഞാൻ ഇടാൻ പോവാണ്. അപ്പം ഞാൻ വളി ഇടാൻ വേണ്ടിയിതാ.
അപ്പം ഞാൻ ഇപ്പോൾ 2 വളകൾ ഇതുപോലെ ഉണ്ട്. അപ്പം ഞാൻ ഇതാ ഇത്രയും വളകളാണ് ഇടുന്നത്. അപ്പോൾ ഇത്രയും വളകൾ നമുക്ക് ഇതാ ഈ ഒരു വള ഈ കയ്യിലും ഈ ഒരു വള ഈ കയ്യിലും അല്ല ഞാൻ ഇടാൻ പോകുന്നത്. ഞാൻ ഈ വള ഈ കയ്യിലൊന്ന് ഇടും, പിന്നെ ഞാൻ ഈ വളയും ഇടും, പിന്നെയും ഇത് രണ്ടും ഒരുമിച്ച് ഇടാറില്ല, കാരണം എനിക്ക് വേനെടുക്കും. അപ്പം നമുക്ക് ഇത് നമ്മൾ രണ്ടും ഇട്ടു. നമ്മളിതാ ഇപ്പം ഇത്രയും നമ്മൾ ഇട്ടില്ലേ. അപ്പം ഇനി ഞാൻ ഇതാ മാലകൾ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ മാലകളിലൊന്ന് സെലക്ട് ചെയ്യാണ്. അപ്പം ഞാൻ മാലയാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. നമ്മൾക്ക് ഇത് എടുക്കാൻ ഞാൻ ഇങ്ങനെ ആക്കും. എന്നിട്ട് നമുക്ക് ഇത് യോജിപ്പിക്കാം. എന്നിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം. കാരണം റൗണ്ട് ചെയ്ത് കൊടുത്താലേ അത് നിൽക്കുള്ളൂ നേരെ, അല്ലെങ്കിൽ കടത്തിൽ നിന്ന് അയിഞ്ഞു പോകും. നേരെ ഒന്ന് കെട്ടിക്കൊടുത്തു. അപ്പം ഞാൻ ഇന്ന് നേരെ കെട്ടിക്കൊടുത്തു. അപ്പം ഞാൻ നേരെ ഇത് ആക്കും ചെയ്തു. അപ്പം ഞാൻ ഇങ്ങനെ ചെയ്തില്ലേ നിങ്ങൾ. ഇനി നമുക്ക് ഞാൻ എൻ്റെ ചീർപ്പെടുത്തിട്ടുണ്ട്. അതാണ് എൻ്റെ സ്വന്തം ചീർപ്പാണ് കേട്ടോ, ഇത് എൻ്റെ സ്വന്തം ചീർപ്പാണ്. അപ്പം ഇതാണ് എൻ്റെ ചീർപ്പ്. അപ്പം ഞാൻ ഇനി വാരാൻ പോവാണ്. ഒന്നായി നമുക്ക് വാരാം. അപ്പം ഞാനിത് വാരിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതാ ക്ലിപ്പ് ഞാൻ കുത്താൻ പോവാണ്. നമ്മുടെ ബട്ടർഫ്ലൈ ക്ലിപ്പാണ് ഞാൻ കുത്തുന്നത്. എനിക്ക് എൻ്റെ അടുത്ത് 2 എണ്ണം ഉണ്ട്. ഒന്നിൻ്റെ ചിറക് പോയി ഇതാ ഞാൻ കാണിച്ചു തരാം. 2 എണ്ണം ഉണ്ട് എനിക്ക്. ഞാൻ ഒന്നേ കുത്തുന്നുള്ളൂ. അപ്പം ഞാൻ 2 എണ്ണം കാണിച്ചു തരാം. ഇത് ആദ്യത്തെ ഒന്നാണ് ഇത്. ഇതാണ് ചിറക് പോയത്. ഇത് ചിറകുള്ളതാണ് കേട്ടോ. ഈ 2 എണ്ണമാണ് എൻ്റെ പൂമ്പാറ്റ ക്ലിപ്പ്. അപ്പം നമുക്ക് ഞാൻ ഇനി ഒന്ന് ഞാൻ ഇവിടെ തന്നെ കുത്തുന്നുണ്ട്. ഇത് ഞാൻ ഇവിടെ തന്നെ കുത്തുവാണ്. കുത്തി ഞാൻ ഇതാണ് ഇടാൻ പോകുന്നത്. ഇതാ ഞാൻ ഇതിട്ടു. നമ്മളിതാ ഇത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ പൂമ്പാറ്റ ക്ലിപ്പ് നമ്മൾ കുത്തി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ് എൻ്റെ മോതിരപ്പെട്ടി. അപ്പം ഞാൻ ഇതിൽ 3 മോതിരം എനിക്കുണ്ട്. അപ്പം ഞാൻ ഇതിൽ എടുക്കാൻ പോകുന്നത് ലവ് മോതിരമല്ല കേട്ടോ, എനിക്ക് ലവ് മോതിരം ഉണ്ട്. ഞാൻ സ്ട്രോബെറിയാണ് എടുക്കാൻ പോകുന്നത്. നമുക്ക് സ്ട്രോബെറി മോതിരം എടുക്കാം. എനിക്കൊരു മധുരമുള്ള എന്തോ ഫ്രൂട്ട് കഴിക്കാനുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഫ്രൂട്ടിൻ്റെ ഒരു ഇതിടുന്നത്. പിന്നെ സ്ട്രോബെറിയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ സ്ട്രോബെറി ഇടാൻ പോവാണ്. ഹെയർ ബാൻഡ് ഞാൻ ഇങ്ങനെയാണ് ഇടുന്നത് കേട്ടോ. നമുക്ക് ആദ്യം ഹെയർ ബാൻഡ് ഒന്ന് ഇട്ടേക്കാൻ, കാരണം ഇതാ ഹെയർ ബാൻഡ് ഇടുന്നേക്കാൻ ഇതാ നമുക്ക് ആ ഒരു ഭംഗി നമുക്ക് കിട്ടുക. നമ്മൾ ആ നടുക്കൂട്ടണം. നിങ്ങൾ ബാൻഡിൽ തന്നെ ഒന്നും ഇല്ലാന്ന് നമുക്ക് ഹരിക്കാലോ. അപ്പം നമ്മുടെ ഇതാ ഞാൻ ഇങ്ങനെ കുത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എനിക്ക് എപ്പോഴും ഞാനൊരു ഇതിടാൻ പോവാണ്. പിന്നെ ഇനി ഞാനിതാ ഈ ലവ് കണ്ടില്ലേ, ഇത് ഞാനിതാ ഞാനിങ്ങനെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അപ്പോൾ ബൈ.